ഇപ്പോൾ ഈ ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ അത് എല്ലാവർക്കും ഏറെ ആകർഷകമായ ഒരു ഘടകമാണ്. അപ്പോൾ ഈ സൗജന്യ വിദ്യാഭ്യാസം എത്ര നാൾ കാണും? 2 ഭാഷാ പഠനം നമുക്ക് എങ്ങനെ അത് ഒന്ന് ശരിയാക്കി? വളരെ ശരിയാണ്. അതായത് ഒരുപാട് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ കരിയർ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ജർമ്മനി. ഈ ഫ്രീ എഡ്യൂക്കേഷൻ നമ്മൾ ചിന്തിക്കുന്നത് ബാച്ചിലേഴ്സിലല്ല. ഒരിക്കലും ബാച്ചിലേഴ്സ് ജർമ്മനിയെ സജസ്റ്റ് ചെയ്യില്ല, പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതിന് കാരണം 13 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. നമുക്ക് 12 വർഷമേ ഉള്ളൂ. അവരുടെ സ്റ്റുഡൻറ് കൊളീഗ് എന്ന സംവിധാനത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇയർ സ്പെൻഡ് ചെയ്യണം. അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് എൻട്രി മേടിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ജർമ്മൻ ഭാഷയിൽ B2 ലെവൽ ഗോയത്തയുടെ ബോർഡ് എക്സാം നമ്മൾ പാസ്സാവണം. അപ്പോൾ അതിനൊരു വർഷം ടൈം എടുക്കും. 1 ഇയർ നമ്മൾ ജർമ്മൻ ഈ പറഞ്ഞ സ്റ്റുഡൻറ് കൊളീഗിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം 2 ചില്ലാന വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ബാച്ചിലേഴ്സിൽ എത്തുന്നത്. അപ്പോൾ നമ്മുടെ 2 വർഷം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കാറ് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് സമയമാണ് പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടി ഒരു 2000 യൂറോനെങ്കിലും ഒരു മാസം ജോലിക്ക് കയറിയിരുന്നെങ്കിൽ 2 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 48,000 യൂറോ, 50,000, ഓൾമോസ്റ്റ് 50 ലക്ഷം രൂപ ഏൺ ചെയ്യേണ്ട നേരത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 5-10 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബാച്ചിലേഴ്സ് കഴിയാം പല സ്ഥലങ്ങളിൽ നിന്നും. അത് ഓപ്റ്റ് ചെയ്യാതെ 12 ലക്ഷം ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ 50 ലക്ഷം നമ്മൾ ഏൺ ചെയ്യേണ്ടത് ഇട്ട് കളയുന്നത്.